വർഷങ്ങൾക്ക് ശേഷം ഇഫാൻ തന്റെ ബാല്യകാല സുഹൃത്തിനെ കാണാൻ വേണ്ടി വരുന്നു. ആ വഴി ഇതിലെ. ഇങ്ങോട്ടാണോ? റേഞ്ച് കിട്ടുന്നില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. മുഹമ്മദ് ഇർഫാൻ അല്ലേ? അതെ. നമ്മൾ സെയിം വില്ല സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാനും അവിടെ പഠിച്ചതാണ്. എന്നെ കിട്ടിയില്ല. ഇല്ല. സ്കൂളിൽ വെച്ച് നടന്ന ക്രിക്കറ്റ് കളിയിൽ അമ്പയറായി തന്നെ ഞാൻ അടിച്ച് ഓർക്കുന്നില്ലേ? ജോണി? അതെ, ആ പഴയ ജോണി ഞാൻ തന്നെ. ജോണി എന്തുവാ ഇത്? വലിയ താടി. എനിക്ക് ആളെ മനസ്സിലായില്ല. ജോണി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നീ എന്താ ഇതുവഴി ബോംബെയിലാവുന്നത്? ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഇപ്പോ പ്രകാശിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതിന് പ്രകാശിന്റെ വീട് ഇതുവഴി അല്ലല്ലോ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒട്ടും വിചാരിച്ചില്ല താൻ വഴിതെറ്റി ഇതുവഴി വരുമെന്ന്. ഞാനും വിചാരിച്ചില്ല ജോണിയെ കാണുമെന്ന്. എന്തായാലും നന്നായി. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാം. നീ പോയതിനു ശേഷം പ്രകാശ് ആകെ ഡൗൺ ആയിപ്പോയി. നീയാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി അവൻ ജോളി ആയിക്കോളും. ഞാൻ ഈ വഴിയെ മറന്നുപോയി. അതല്ലേ വീട്? ആ, അതിലാണ് വീട്. നീ പോയി ബെല്ലടി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇർഫാൻ, കണ്ടിട്ട് എത്ര നാളായി? 8 വർഷമായി അല്ലേ? വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നായില്ലല്ലോ? ഇല്ല, ജോണി കൂടെ ഉണ്ടായിരുന്നു. ജോണിയോ? ജോണി എന്തുപറ്റി? എടാ, നമ്മളെ ക്രിക്കറ്റ് ജോണി എന്റെ കൂടെ ഉണ്ടായിരുന്നു. എടാ, അവനെ കണ്ടപ്പോ എനിക്ക് ആളെ മനസ്സിലായില്ല. താടിയൊക്കെ വളർത്തി അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ? ജോണിയോ? അതെ, നമ്മളെ പഴയ ക്രിക്കറ്റ് ജോണി. ക്രിക്കറ്റ് ജോണി? അവൻ കഴിഞ്ഞ മാസം മരിച്ചായിരുന്നല്ലോ ഒരു റോഡ് ആക്സിഡന്റിൽ. ഇവിടെ അടുത്തുള്ള പള്ളിയിൽ അവന്റെ ഫ്യൂണറലിന് ഞാൻ അറ്റൻഡ് ചെയ്താണല്ലോ.